എൻ്റെ പേര് സിജി ഷാബു. ചാലക്കുടിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഇളയ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞങ്ങളുടെ മൂന്നാമത്തെ മകൻ, അവൻ 6-ാം മാസത്തിൽ ജനിച്ചു. അവൻ ജനിച്ചത് മുറിച്ചൊണ്ടോടുകൂടിയായിരുന്നു. അവൻ ജനിക്കുമ്പോൾ അവൻ്റെ മൂക്കിൻ്റെ ഒരു സൈഡ്, അവൻ്റെ ചുണ്ടിൻ്റെ ഒരു സൈഡ് ഇതെല്ലാം വിട്ടുകിടക്കുമായിരുന്നു. മൂക്കൊക്കെ, പിന്നെ അവൻ്റെ അണ്ണാക്ക് അവനുണ്ടായിരുന്നില്ല. അപ്പോൾ ചുണ്ടിൻ്റെ സർജറി 6-ാം മാസത്തിൽ ചെയ്തു. അണ്ണാക്കിൻ്റെ ഒരു വയസ്സായപ്പോഴാണ് ചെയ്തത്. മൂക്കിൻ്റെ സർജറി ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു, അണ്ണാക്കിൻ്റെ സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ സംസാരിക്കാൻ തുടങ്ങിയത്. മൂക്കിൻ്റെ സർജറിയുടെ കാര്യത്തിൽ ഡോക്ടർ പറഞ്ഞത്, സർജറി ചെയ്താലും ഇത് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. മൂക്ക് ഇങ്ങനെ പതിഞ്ഞു പോയിരിക്കും, അതൊന്നും നമുക്ക് ഒരു ഉറപ്പും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വിഷമിച്ചൊക്കെ പോന്ന് ഇവിടെ വന്നു. ഞാൻ അവനെയും കൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ എല്ലാ ദിവസവും ഇവിടെ നിന്ന് കിട്ടിയ തൈലം അവൻ്റെ മൂക്കുമ്മ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. കാശ് രൂപവും വെച്ച് വിശ്വാസത്തോടുകൂടി ഞാൻ അവന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ജൂബിലി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, മൂക്കിൻ്റെ അവിടെ, അവൻ്റെ മൂക്കിൻ്റെ അവിടെ ഒരു ദശ അങ്ങനെ വലിയതായിട്ട് വന്ന് അടഞ്ഞിരിക്കുകയായിരുന്നു. അവനൊരു ജലദോഷം വന്നാലോ മറ്റെന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത വന്നാൽ അവന് ശ്വാസം ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്ക് അതിലേറെ സങ്കടമായിരുന്നു. അത് 6 വർഷമായിട്ട് ആ കുഞ്ഞിനെ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് എന്താ സംഭവിച്ചേക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല, അവിടെ അങ്ങനെ ഒരു സാധനം കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, മലയാളി ഡോക്ടേഴ്സ് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, ഈ കൊച്ചിനെ ഓപ്പറേഷൻ ചെയ്ത് മുതൽ അമേരിക്കയിൽ നിന്ന് ഡോക്ടർ വന്നിട്ടാണ്, ആ ഡോക്ടേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്, അവർ ഫൈനൽ ഡിസിഷൻ എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സർജറി വേണ്ടി വരില്ല സാറേ എന്ന് പറഞ്ഞു. മലയാളി ഡോക്ടേഴ്സ്, എന്താ നിങ്ങളാണോ ഡോക്ടർ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഡോക്ടറല്ല, ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ തൈലം പുരട്ടി പൂശി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ഡോക്ടേഴ്സ് ഇവനെ നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവന് ഇനി സർജറി മൂക്കിൻ്റെ വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങളെക്കാളും ബെറ്ററായിട്ടാണ് ഇന്ന് അവൻ്റെ മൂക്കിരിക്കുന്നത്. അവന് ഉറങ്ങുമ്പോഴോ ജലദോഷം വരുമ്പോഴോ ഒന്നും ഒരു പ്രശ്നമില്ല. അവൻ വളരെ നന്നായി ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. അവൻ്റെ മൂക്കിന് ഒരു പതിപ്പുമില്ല. വളരെ വളരെ പെർഫെക്റ്റ് ആയിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഉടമ്പടിയിലൂടെ നേർച്ച വസ്തുക്കളിലൂടെ പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് ഞങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി. രണ്ടാമതായി എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് ഞങ്ങളുടെ പറമ്പിൻ്റെ ഒരു ആധാരത്തിൻ്റെ കാര്യമാണ്. ഞങ്ങളുടെ പറമ്പിൻ്റെ ആധാരം ഞങ്ങളൊരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി ആ വ്യക്തിക്ക് ഒന്ന് പണയം വയ്ക്കാൻ വേണ്ടി കൊടുത്തു. ആ വ്യക്തി 2 മാസമാണ് ഞങ്ങളോട് പറഞ്ഞ ഡേറ്റ്. 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് തരാമെന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ആ വ്യക്തി അതൊരു 6 മാസമാക്കി. വീണ്ടും ചോദിച്ചപ്പോൾ അത് വീണ്ടും നീട്ടി. പിന്നെ ചോദിക്കുമ്പോൾ ആ വ്യക്തി ഫോൺ എടുക്കില്ല. വീട്ടിൽ അന്വേഷിച്ച് ചെന്നാൽ ആൾ അവിടെ ഇല്ല. ആൾ നിങ്ങൾ കേസ് കൊടുത്തോ അത് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞു. 5 വർഷം അങ്ങനെ നീണ്ടു. 5 വർഷമായി 2 മാസം പറഞ്ഞ് കൊടുത്ത സാധനം 5 വർഷമായി. ഞങ്ങളിവിടെ വന്ന്, അയാൾ ഒരു അക്രൈസ്തവനാണ്, ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഉടമ്പടിയിൽ കാശുരൂപവും എല്ലാം വെച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ഞങ്ങളുടെ പറമ്പ് അയാൾ പണയം വെച്ച ആ തുക അയാൾ ബാങ്കിൽ അടക്കുകയും ബാങ്കിൽ നിന്ന് ഞങ്ങളെ ഫോൺ വിളിച്ച് ഞങ്ങളുടെ ആധാരം ഞങ്ങൾക്ക് തിരികെ ലഭിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ലൂക്കായുടെ വിശ്വസുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം പറയുന്നു, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് ആദ്യം അറിഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. അതിന് ആമേൻ പറഞ്ഞതും പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയോടാണ് ഓരോ മക്കളും ഉടമ്പടി എടുക്കുന്നത് വഴി അമ്മയുടെ മാധ്യസ്ഥമാണ് തേടുന്നത്. അപ്പോൾ ദൈവത്തിന് അസാധ്യമായി യാതൊന്നും ഇല്ല എന്നറിഞ്ഞ അമ്മ തൻ്റെ പുത്രൻ്റെ പക്കൽ ഓരോ മക്കൾക്കും വേണ്ടി നിരന്തരം അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ മകനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്നത് സമയമായിട്ടില്ല എന്നാണ്.
സമയമായിട്ടില്ല എന്ന് പറയുന്ന ഈശോ പിന്നീട് തൻ്റെ അമ്മ തന്നോടൊന്നും പറയാതിരിക്കുമ്പോഴും ആകാത്ത സമയത്തെ ആക്കി അവിടെ എല്ലാം മംഗളകരമാക്കി തീർക്കുന്നതാണ് നാം കേൾക്കുന്നത് സുവിശേഷത്തിൽ. ഇവിടെ തൻ്റെ കുഞ്ഞ് മുച്ചുണ്ടായിട്ട് ജനിക്കുന്ന മകൻ, ആ മകന് ആദ്യം 1-2 സർജറി കഴിഞ്ഞു. പിന്നീട് പതിഞ്ഞിരിക്കുന്ന മൂക്ക്, ആ മൂക്ക് യാതൊരു കാരണവശാലും ഓപ്പറേഷൻ കൂടാതെ തുറക്കില്ല. അതിന് ഒരു നന്നായിട്ടൊരു പൊസിഷനിലേക്ക് അത് വരില്ല. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ എന്തായാലും വേണം, ഇങ്ങനെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ ഇവരിവിടെ വന്ന് ആ മകൻ്റെ അവസ്ഥ കണ്ട്, അതായത് ഒരു ജലദോഷം വന്നാലൊക്കെ കുഞ്ഞിന് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥ, മൂക്ക് തുറന്നിട്ടില്ലാത്തത് കൊണ്ട് വല്ലാത്ത അസ്വസ്ഥതകൾ. അപ്പോൾ ഈ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. പിന്നീട് ഇവർ ചെയ്തത് നാം കേട്ടു. ഉടമ്പടി നേർച്ച വസ്തുക്കളാണ്. ഉടമ്പടി തൈലം പൂശി ആ മൂക്കിൻ്റെ പൊസിഷനിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു, കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു. മകനെ അമ്മയ്ക്ക് തന്നെ, പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇവർ ജൂബിലി ഹോസ്പിറ്റലിൽ ചെല്ലുക. അവിടെ ഡോക്ടേഴ്സ്, അമേരിക്കയിൽ നിന്ന് വന്ന ഡോക്ടേഴ്സ് മകനെ പരിശോധിച്ചിട്ട് പറയുന്നത് ഇനിയൊരു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന്. ആ മകന് മൂക്കെല്ലാം യഥാസ്ഥാനത്ത് തന്നെ വന്നിരിക്കുന്നു, അതിന് യാതൊരു കുഴപ്പവുമില്ലല്ലോ, ഇനി എന്തിനാണൊരു ഓപ്പറേഷൻ? അങ്ങനെ ഓപ്പറേഷൻ പറഞ്ഞ കാര്യം ഉടമ്പടി തൈലത്തിലൂടെ അമ്മ ആ ഓപ്പറേഷൻ ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധ അമ്മയാണ് അവിടെ ഓപ്പറേഷൻ ചെയ്തത്, അവിടെ ഡോക്ടേഴ്സ് അല്ല. അങ്ങനെ ആ മകന് ആ ഒരു സൗഖ്യം കിട്ടിയത് നാം കേൾക്കുകയാണ്. ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല, എല്ലാം നല്ല രീതിയിൽ പോകുന്നു. ജലദോഷം വന്നാലൊക്കെ ഒരു അസ്വസ്ഥതകളൊന്നുമില്ലാതെ ആ മകൻ സാധാരണ ഒരു മൂക്ക് എങ്ങനെയാണോ ആ രീതിയിൽ ആ മകനും ശ്വസിക്കുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നു എന്ന് നാം കേട്ടു. പിന്നീട് 2 മാസത്തിന് പണയം കൊടുത്ത ആധാരം അത് 5 വർഷമായിട്ട് ഇവർക്ക് കിട്ടുന്നില്ല. ഇവിടെയാണ് ഭാരച്ചുരുക്കം. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണത്. അതായത് ലൈറ്റ് വെയിറ്റ് ഒരിക്കലും കിട്ടില്ലാത്ത കാര്യം. 2 മാസം പറഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 5 വർഷമായി ഇവർക്ക് ആധാരം തിരികെ കിട്ടുന്നില്ല. ഇവരോട് കേസ് കൊടുത്തോളാനാണ് ആ വ്യക്തി പറഞ്ഞതെന്നാണ് പറയുക. ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ആ വ്യക്തിയുടെയും കൂടെ പേര് പറഞ്ഞ് ഈ മക്കൾ പ്രാർത്ഥിക്കുകയാണ്. ഇവർ കേസിനല്ല പോയത്, അമ്മയുടെ അടുത്താണ് വന്നത്, ദൈവത്തിൻ്റെ കോടതിയിലാണ് ഇവർ വന്നത്. അങ്ങനെ ഇവർക്ക് കിട്ടേണ്ട ആ ന്യായം ഇവർക്കത് പിന്നീട് 1 മാസം കൊണ്ട് ഇവർക്ക് എങ്ങനെയാണ് അത് ശരിയായി കിട്ടിയതെന്ന് നാം കേട്ടു. അങ്ങനെ ഇവരുടെ ആധാരം ഇവർക്ക് തന്നെ കിട്ടുന്നു. ആരോടും പറഞ്ഞില്ല, ഈശോയോട് മാത്രം പറഞ്ഞു. അങ്ങനെ അമ്മ അതിലിടപെടുന്നു, പരിശുദ്ധ അമ്മ ഇടപെട്ട് അതെല്ലാം വേണ്ട രീതിയിൽ ഇവർക്ക് ക്രമപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് തിരുവചനം പറയുന്നത്. നാമും നമ്മുടെ ജീവിതത്തിൽ അതിന് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി ബന്ധത്തിന് നാം പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.